പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിസിക്കും ഡീനിനും ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് ഗവർണർ നിയോഗിച്ച കമ്മീഷൻ. ഇത് സംബന്ധിച്ച് കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. എന്നാൽ പല യാഥാർത്ഥ്യങ്ങളും മറച്ചുവെച്ചുള്ള വെള്ളപൂശലാണിതെന്ന് ആക്ഷേപമുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിൽ കുറ്റകൃത്യം ചെയ്തവർ ആരാണെന്നോ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്ത് സംരക്ഷണം ഒരുക്കിയതായി പറയുന്ന സംഘടന ഏതാണെന്നോ ഹോസ്റ്റൽ ചുമരുകളിൽ എഴുതിവെച്ചിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ആരുടേതെന്നോ റിപ്പോർട്ടിൽ ബോധപൂർവം പരാമർശിച്ചിട്ടില്ല. ഹോസ്റ്റൽ സീനിയർ വിദ്യാർത്ഥികളുടെ ആധിപത്യത്തിലെന്നും ഹോസ്റ്റലിൽ അച്ചടക്കം പാലിക്കുവാൻ വാർഡന്റെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായില്ലെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ ഹരിപ്രസാദാണ് അന്വേഷണ കമ്മീഷൻ. വിസി ആയിരുന്ന ഡോക്ടർ MR ശശീന്ദ്രനാഥ്, ഹോസ്റ്റൽ വാർഡൻ കൂടിയായ കോളേജ് ഡീൻ ഡോക്ടർ നാരായണൻ എന്നിവർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു. സിദ്ധാർത്ഥന്റെ മരണ ദിവസം വിസി ക്യാമ്പസിൽ ഉണ്ടായിരുന്നിട്ടും പ്രശ്നത്തിന്റെ ഗൌരവം മനസ്സിലാക്കി സമയബന്ധിതമായി നടപടികൾ സ്വീകരിച്ചില്ല. ഹോസ്റ്റൽ മുറികളുടെ ചുവരുകളിൽ മുഴുവൻ അശ്ലീലവും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും എഴുതിപ്പിടിപ്പിച്ചിട്ടും ഹോസ്റ്റലിൽ അച്ചടക്കം നടപ്പാക്കാത്തതിൽ വാർഡന് യാതൊരു ആശങ്കയുമില്ല. സിദ്ധാർത്ഥന്റെ മരണവിവരം അറിഞ്ഞ ശേഷം പോലും വിവേകപൂർവ്വം നടപടികൾ കൈക്കൊള്ളാത്തത് സമൂഹത്തിൽ നിശിതമായ വിമർശനങ്ങൾക്ക് ഇടയാക്കി. ഒരു ഡോക്ടർ കൂടിയായ ഡീനിന് സിദ്ധാർത്ഥന്റെ മൃതശരീരം നീല കലർന്നതായിട്ടും തണുത്തുറഞ്ഞിട്ടും നാടിമിടിപ്പില്ലെന്ന് കണ്ടെത്തിയിട്ടും യഥാസമയം പോലീസിനെ അറിയിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായി. മരണപ്പെട്ടുവെന്ന് കുട്ടികൾക്ക് പോലും അറിയാമായിരുന്നു. ഹോസ്റ്റലിൽ CCTV സ്ഥാപിക്കണമെന്നും സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തണമെന്നും അസിസ്റ്റന്റ് വാർഡൻ പലയാവർത്തി ആവശ്യപ്പെട്ടിട്ടും വിസിയോ രജിസ്ട്രാറോ ഡീനോ നടപടി കൊണ്ടില്ല. വാർഡനും അസിസ്റ്റന്റ് വാർഡനും ഹോസ്റ്റൽ സന്ദർശിക്കാറില്ലായിരുന്നു. വിദ്യാർത്ഥികളുടെ നേരിട്ടുള്ള ചുമതല നൽകിയിട്ടുള്ള സ്റ്റുഡൻസ് അഡ്വൈസർമാർക്ക് വിദ്യാർത്ഥികളുമായി യാതൊരു ബന്ധവുമില്ല. ഹോസ്റ്റലിന്റെ നിയന്ത്രണം മുഴുവനും സീനിയർ വിദ്യാർത്ഥികളുടെ ആധിപത്യത്തിലാണ്. അധ്യാപകരിൽ വലിയൊരു ഭാഗം മണ്ണുത്തി ക്യാമ്പസിൽ കഴിയുവാൻ താൽപര്യപ്പെടുന്നതുകൊണ്ട് പൂക്കോട് ക്യാമ്പസിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ശ്രദ്ധിക്കാനില്ലാതെ തികഞ്ഞ അരാജകത്വമാണ്. വ്യത്യസ്ത രാഷ്ട്രീയ ആശയമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം സാധാരണ ക്യാമ്പസുകളിൽ അശാന്തിക്ക് കാരണമാവാറുണ്ടെങ്കിലും ഇവിടെ സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണമായ നിർഭാഗ്യകരമായ സംഭവത്തിന് പിന്നിൽ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയമുള്ളതായി കമ്മീഷന് കണ്ടെത്താനായില്ല. എന്നാൽ ബാഹ്യശക്തികളുടെ പിന്തുണയോടെ ക്യാമ്പസിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കുറ്റകൃത്യത്തിന്റെ ഗൌരവം കുറയ്ക്കാനും കുറ്റവാളികളെ നിയമ നടപടികളിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ലെന്ന് കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മരണത്തെക്കുറിച്ച് അന്വേഷിച്ച CBI കുറ്റപത്രം ഹൈക്കോടതിയിൽ നൽകിയതിന് പിന്നാലെയാണ് കമ്മീഷന്റെ റിപ്പോർട്ട്. മെയ് 29-നാണ് കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത്. 3 മാസമായിരുന്നു റിപ്പോർട്ട് നൽകാൻ കമ്മീഷന് സമയം അനുവദിച്ചിരുന്നത്. 3 മാസം ജയിലിൽ റിമാൻഡിലായിരുന്ന വിദ്യാർത്ഥികൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി ജാമ്യം അനുവദിച്ചിരുന്നു. കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുവാനുള്ള അനുമതിയും ലഭിച്ചു. വൈസ് ചാൻസലർ, സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ, സഹപാഠികൾ, അധ്യാപകർ, വാർഡൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുത്തിരുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് ക്യാമ്പസിൽ ശക്തമായ ഒറ്റ സംഘടന നടത്തുന്ന ശ്രമങ്ങൾ ക്യാമ്പസിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സഹായമാകില്ലെന്ന് ഗവർണർ നിയോഗിച്ച ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ വ്യക്തമാക്കി. ക്യാമ്പസിലുള്ള വിദ്യാർത്ഥി സംഘടനയുമായി സിദ്ധാർത്ഥന് അഭിപ്രായ ഭിന്നത ഇല്ലായിരുന്നുവെന്നും അതിന്റെ പേരിൽ സിദ്ധാർത്ഥൻ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടില്ലെന്നുമാണ് വിദ്യാർത്ഥികൾ കമ്മീഷനെ അറിയിച്ചത്. ഫെബ്രുവരി 16, 17 തീയതികളിൽ സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതായുള്ള യാതൊരു രേഖകളോ തെളിവുകളോ മൊഴികളോ കമ്മീഷന് ലഭിച്ചിട്ടില്ല. കുറ്റകൃത്യം ആരോപിക്കപ്പെട്ടിട്ടുള്ള ഏതാനും വിദ്യാർത്ഥികൾ SFI പ്രവർത്തകരാണെന്നത് ഒഴിച്ചാൽ മറ്റു വിദ്യാർത്ഥികൾ യാതൊരു രാഷ്ട്രീയ ചായ്വും ഉള്ളവരല്ല. ക്യാമ്പസിൽ രാഷ്ട്രീയം പാടില്ല എന്ന നിരവധി കോടതി വിധികൾ വന്നിട്ടും ചില രാഷ്ട്രീയ പാർട്ടികളുടെയും അധ്യാപക സംഘടനകളുടെയും രാഷ്ട്രീയ പ്രതിബദ്ധത കാരണം നടപ്പിലാക്കാനാവുന്നില്ല എന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.